വൃന്ദ, ഇപ്പോൾ എഴുത്തുകാരിയും പ്രസാധകയുമായ എം.എ. ഷഹനാസാണുള്ളത്. നേരത്തെ തന്നെ രഞ്ജിത്തിന്റെ പൊതുവേദിയിലുള്ള ഒരു മോശം പെരുമാറ്റത്തെക്കുറിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഒപ്പം ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുകയും സ്ത്രീ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ നിരന്തരം ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു എഴുത്തുകാരിയാണ്, പ്രസാധകയാണ് എം.എ. ഷഹനാസ്. ഷഹനാസ് അന്ന് ഇട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അന്ന് ഷഹനാസിനെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുപാട് പേർ വിമർശിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഒരു ബംഗാളി നടി രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് ആ പോസ്റ്റ് ഇടുമ്പം ഞാൻ വെറും ഒരു സംവിധായകനായ ശ്രീ രഞ്ജിത്തിനെതിരെ അല്ല പോസ്റ്റ് ഇട്ടത്. ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് സാഹിത്യ അക്കാദമിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ രഞ്ജിത്താണ്. അപ്പോൾ ചലച്ചിത്ര അക്കാദമി പറയുന്നത് ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്നിട്ടുള്ള ഒരു ഇടമാണ് ആ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഒരു പൊതുപരിപാടിയിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ മോശമായ രീതിയിൽ മദ്യപിച്ച് ലെക്ക് കെട്ടിട്ടാണ് അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്തത്. അതിനെക്കുറിച്ച് ഞാൻ അന്ന് തന്നെ എഴുതിയിട്ടിരുന്നു. അപ്പം പലരും അവിടുന്ന് മാറിയിരുന്നാൽ പോരെ, അങ്ങനെ പല രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഒരു യുവ നടി അവരുടെ അനുഭവം, ബംഗാളി നടി അവരുടെ അനുഭവം തുറന്നു പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, അവൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇത്തരത്തിൽ അതുമാത്രമല്ല, ശ്രീ രഞ്ജിത്തിനെ അറിയുന്നവർക്ക് ഈ ഗവൺമെന്റിന് തന്നെ ചിലപ്പോൾ അത്രയും മദ്യപിച്ച് കെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാൾ, അത് സാധാരണ വ്യക്തിയാണെങ്കിൽ പോയിക്കോട്ടെ, അത് നമ്മുടെ വിഷയമേ അല്ല, പക്ഷേ ഗവൺമെന്റിനെ പ്രതിനിധീകരിച്ച് ഒരു പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇത്ര മോശം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഒരു പൗര എന്ന രീതിയിൽ ഞാൻ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഇന്നലെ അടക്കമുള്ള ആ പെൺകുട്ടിയുടെ സംസാരം മുഴുവൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹം ശരിക്കും ഒരു എന്താ പറയുക, വേട്ടക്കാരൻ തന്നെയാണ്. വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന, മദ്യപിച്ച് ലക്കുകെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് എന്നാണ് ഇപ്പോൾ എനിക്ക് വ്യക്തമാകുന്നത്. നേരത്തെ ഷഹനാസിന് സാഹിത്യ മേഖലയിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടാകുന്നു. അത് ഷഹനാസ് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ സിനിമാ മേഖലയിലെ ഒട്ടനവധി കാര്യങ്ങൾ തുറന്നു വരുന്നു. സ്വാഭാവികമായും സിനിമാ മേഖലയും നമ്മുടെ സാംസ്കാരിക മേഖല അടക്കം ഇങ്ങനൊരു പൊതുവെ ഒരു ജീർണിച്ചു പോകുന്നൊരവസ്ഥയുണ്ടോ? എനിക്ക് തോന്നുന്നു ശ്രീ സജി ചെറിയാൻ സാംസ്കാരിക മന്ത്രി ഒരു കമ്മിറ്റി വെക്കുകയാണെങ്കിൽ, ഇതുപോലെ ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ ഭൂകമ്പം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം സിനിമ കുറച്ചുകൂടി പ്രത്യക്ഷത്തിൽ നിൽക്കുന്ന ഒരു മാധ്യമമാണ്. സാംസ്കാരിക മേഖല എന്ന് പറയുന്ന അങ്ങനെയല്ല, കുറച്ചുകൂടി ഒരു ഇരുള് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് എനിക്കറിയാം, ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ തൊഴിൽ ചെയ്യുന്ന ഇടത്ത് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് പറഞ്ഞ് ഞാൻ അതിനെതിരെ പ്രതികരിച്ച് നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. അതിൻ്റെ പേരിൽ ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളതും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തൊഴിൽ ചെയ്യുന്ന ഇടങ്ങളിൽ നിന്ന് പോലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. 3 വർഷമായിട്ട്, 4-ാമത്തെ വർഷമാകുന്ന ഈ പരാതിയും കേസും കോടതിയുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കേസാണെന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം. അപ്പം ഒരു കേസും ഉണ്ടായിരുന്നില്ലാത്ത എൻ്റെ പേരിൽ ഇപ്പം നിരവധി കേസുകൾ അദ്ദേഹം, ഒരു വേട്ടക്കാരൻ ഇരയ്ക്കെതിരെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ തുറന്നു പറഞ്ഞ് പ്രതികരിക്കാൻ വരുന്ന സ്ത്രീകൾക്ക് പേടിയുണ്ടാകും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിയമത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആ നിയമത്തിൻ്റെ കൈപിടിച്ച് തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മരണം വരെ ഞാൻ ഇതിന് എത്ര നീളം പോയാലും ഞാൻ നീതി തേടിയിട്ട് തന്നെ അടങ്ങൂ എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുമുണ്ട്. കാരണം ഇത് ഞാൻ എന്ന സ്ത്രീക്ക് വേണ്ടി മാത്രമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾ എൻ്റെ പിന്നിൽ മിണ്ടാതിരിക്കുന്നവരുണ്ട്, ഇതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തവരുണ്ട്. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നപ്പം തൊട്ടിട്ട് പല ചർച്ചകളിലും ഞാൻ കേട്ടിട്ടുള്ള കാര്യം, എന്തുകൊണ്ട് ഇവർക്ക് നിയമപരമായി പോയിക്കൂടാം, എന്തുകൊണ്ട് ഇവർക്ക് പരാതിപ്പെട്ടുകൂടാ, പ്രതിഷേധിച്ചുകൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സ്ത്രീ എന്ന് പറയുന്ന, ഇന്നലെ ഇപ്പോൾ തുറന്ന് സംസാരിച്ച അന്യഭാഷയിലുള്ള ഒരു നടി തുറന്നു പറഞ്ഞ, അവർ പിറ്റേ ദിവസം ഇവിടുന്ന് തിരിച്ചു പോയ വ്യക്തിയാണ്, സിനിമയിൽ അഭിനയിക്കാതെ. നമ്മളിവിടെ സാംസ്കാരിക കേരളം എന്നൊക്കെ പറയുമ്പോൾ അവർ അവരുടെ നാട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും മലയാളികൾ ആഭാസന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് മൊത്തം മലയാളികളെ അപമാനിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇന്ന് നമ്മുടെ സാംസ്കാരിക മന്ത്രി രാവിലെ പറയുകയാണ് ശ്രീ രഞ്ജിത്ത് പ്രഗത്ഭനാണ്, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ പറ്റില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയത് ഗവൺമെന്റാണ്. എത്രയോ കോടി രൂപ കൊടുത്തിട്ടാണ്
എന്താ പറയുക, ഈ കമ്മിറ്റി 4 വർഷം വൈകിട്ടാണെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പുറത്തു വന്നിട്ട് ആ കമ്മിറ്റിയുടെ വിശ്വാസത്തിലാണ് പല തുറന്നു പറച്ചിലുകളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഉണ്ടാകുന്ന സമയത്തും ആ സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ എന്ന് പറയുന്ന വ്യക്തി ഈ പെൺകുട്ടി കേസുമായിട്ട് വരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നുകയാണ്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നവോത്ഥാനമാണ്, സ്ത്രീകളുടെ ഉന്നമനമാണ്, വനിതാ മതിൽ കെട്ടിയവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്നതായിട്ട് എവിടെയും കാണുന്നില്ല. ഈ സ്ത്രീ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പാർട്ടി ബേസ് നോക്കുകയാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ഇടതുപക്ഷ അനുഭാവിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള വേട്ടനായ്ക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് എനിക്കറിയേണ്ടതുണ്ട്. കാരണം ഞാൻ പരാതി കൊടുത്ത VR സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെ പരാതി നിലനിൽക്കെ, കേസ് നിലനിൽക്കെ സാഹിത്യ അക്കാദമിയുടെ പ്രധാന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതിനെതിരെ ഞാൻ പ്രതികരിച്ചാണ് അദ്ദേഹത്തെ ആ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത്. ഞാൻ പരാതി അയക്കാത്ത ആളുകളില്ല. പിന്നെയും മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി, ഇവർക്കൊക്കെ നിരന്തരം വീണ്ടും നമ്മൾ ഇതിൽ പെട്ടുകഴിഞ്ഞ ഒരു സ്ത്രീ മുഴുവൻ പിന്നെ ഇതിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഞാനൊരു പബ്ലിഷിംഗ് ഹൗസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്, കുടുംബമായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. എനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല, ഇത്തരത്തിൽ തുറന്നു പറഞ്ഞ് നിയമമായിട്ട് മുന്നോട്ട് പോകുന്ന ഏതെങ്കിലും സ്ത്രീക്ക് ഈ ഗവൺമെൻറ് ഒരു തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നുണ്ടോ? മാക്സിമം അവരെ മാനസികമായി തളർത്തുകയാണ് ഈ ഗവൺമെൻറ് പോലും ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുന്നത് നിയമ നടപടി, കേസ് കൊടുക്കണമെന്ന്. നിങ്ങൾ ആലോചിക്കണം, അതിനെ ലൈംഗിക താല്പര്യത്തോട് നോക്കിയാൽ കേസെടുക്കാൻ ഇവിടെ വകുപ്പുണ്ട്. ഒരു പെൺകുട്ടി അവരുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാൻ ഇവിടെ, എന്നിട്ട് സ്വന്തം മുഖം മറയ്ക്കാതെ, പേര് മറയ്ക്കാതെ ഒരു നടി ഇവിടെയുള്ള ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനെ കുറിച്ച് പറയുമ്പോൾ, അതും മലയാളി കൂടി അല്ലാത്ത ഒരു നടി പറയുമ്പോൾ അതിനെ സാംസ്കാരിക മേഖലയിലെ മന്ത്രി പറയുന്നത് വളരെ മോശമായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഈ മൊത്തം ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ നമ്മളിവിടെ മെഴുകുതിരി കത്തിച്ചിട്ടും കൊടി ഉയർത്തിയിട്ടൊന്നും കാര്യമില്ല. അവനവന്റെ നാട്ടിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ ഈ ഗവൺമെന്റ് എന്ത് ഇമ്പോർട്ടൻസ് ആണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കൊടുക്കുന്നത്? ഈ ഷഹനാസ് നേരത്തെ പരാതി കൊടുത്ത എഴുത്തുകാരനൊപ്പം ഈ രഞ്ജിത്ത് അടക്കമുള്ളവർ നിൽക്കുന്നു എന്നൊരു ആക്ഷേപം ഷഹനാസ് നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. അന്ന് ഷഹനാസ് രഞ്ജിത്തിനെ കുറിച്ച് വേട്ടക്കാരനൊപ്പം നിൽക്കുന്നയാളെന്നാണ്, ഇപ്പൊ വേട്ടക്കാരെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അന്ന് ഞാൻ VR സുധീഷ് എന്ന് പറയുന്ന വ്യക്തിനെ ഞാൻ പരാതി കൊടുത്തതിന്റെ പേരിൽ, ഈ കേസ് എടുത്തതിന്റെ പേരിൽ പല ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ട് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ്. കാരണം അങ്ങനെ മാറ്റി നിർത്തുന്നത് ഈ കേരളത്തിലെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഈ സമൂഹമുണ്ട് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ പല സ്ഥലത്തുനിന്ന് മാറ്റി നിർത്തുന്ന സമയത്ത് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്ത് അദ്ദേഹത്തെ പല പരിപാടികളിലും അവിടെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിനോട് പരാതിപ്പെടുകയോ നിങ്ങളിങ്ങനെ പങ്കെടുപ്പിക്കാൻ പാടില്ല എന്ന് പറയുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചത് സത്യത്തിൽ ഇങ്ങനെ വേട്ടക്കാരോടൊപ്പമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ എനിക്ക് ബോധ്യമായത് അദ്ദേഹം വേട്ടക്കാരോടൊപ്പമല്ല, അദ്ദേഹം ഒരു വേട്ടക്കാരനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നിലപാടുകളെടുത്ത് അന്നേ പോവാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നിപ്പോൾ ഒരു കുട്ടി, കോഴിക്കോട് തന്നെയുള്ള ഒരു കുട്ടിയാണ് അവരുടെ ഒരു പുതിയ അനുഭവങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. സിനിമാ മേഖലയിലുള്ള കുറേ ആളുകളുടെ പേരുകൾ പറയുന്നത് കേട്ടു. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഇതൊക്കെ ഒരു കോക്കസാണ്. ഇവരൊക്കെ സുഹൃത്തുക്കളാണ്, ഇവരൊക്കെ ഒരുമിച്ച് മദ്യപിക്കുന്ന ആളുകളാണ്, ഇവരൊക്കെ ഒരുമിച്ച് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പോലും ആളുകളാണ്. ഇത്തരം കോക്കസ് ഇവിടെ ഉണ്ട് എന്നും ഇവരൊക്കെ ഇതാണ് എന്നും ഈ സൊസൈറ്റിക്കും ഈ ഗവൺമെന്റിനും എല്ലാവർക്കും അറിയാം. അറിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സ്ത്രീകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാംസ്കാരിക രംഗത്ത് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി കോക്കസുകളുണ്ട്. സാംസ്കാരിക രംഗത്തുള്ള സ്ത്രീകളുടെ അടുത്തും സിനിമാ മേഖലയിലുള്ള ആളുകൾ ഇടപെടുന്നുണ്ട് എന്നതുകൊണ്ട് എനിക്കറിയാം. ഞാൻ ഈ സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ആളാണ്. എന്നോട് ഇടപെട്ടിട്ടുള്ള ആരൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. മറ്റു ഈ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ഇനിയിപ്പോൾ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികപരമായി ശരിയാണോ? ശരിക്കും പറഞ്ഞാൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒട്ടും അന്തസ്സില്ല എന്ന് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്നാലും ഒരു മനുഷ്യനെന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു അന്തസ്സ് ബാക്കിയുണ്ടെങ്കിൽ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന ആ ഒരു ഇരിപ്പിടത്തിൽ നിന്ന് മാറിയിരുന്നു കൊണ്ട് ഒരു അന്തസ്സ് കാണിക്കണം ഈ കേരളത്തിലെ ജനങ്ങളോട്. സർക്കാരിൻ്റെ തീരുമാനം നമുക്ക് ഇനിയിപ്പോൾ അറിയാൻ പറ്റില്ല. കാരണം അവരിങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം രഞ്ജിത്ത് പ്രഗത്ഭനാണ് എന്ന് പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവരെന്ത് തീരുമാനമെടുക്കുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പിന്നെ ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വണ്ടി ഞാൻ കണ്ടു, അതിൽ ആ ബോർഡ് മാറ്റുന്നു എന്നുള്ളത്, അതിലൊന്നും കാര്യമില്ല. അതൊന്നും അല്ല മാറ്റേണ്ടത്. ആ സ്വയമേ ആ പദവിയിൽ നിന്ന് ഇറങ്ങി അന്തസ്സോടെ മാറി നിൽക്കാനുള്ള ഒരു അല്പം നാണമെങ്കിലും അദ്ദേഹം കാണിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്.
തീർച്ചയായും കാരണം രഞ്ജിത്ത് അല്പമെങ്കിലും ആ സ്ഥാനം, ആ പദവി രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. ഇത്തരം അനുഭവങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഇതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് സിനിമ സാംസ്കാരിക മേഖലകളിൽ ഉണ്ട് എന്നുകൂടി ഷഹനാസ് തുറന്നു പറയുകയാണ്.